ബിനീഷ് കോടിയേരിയെ കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തി. എ സുരേഷിനെ പോലെയുള്ള VSന്റെ സന്തത സഹചരിയായി കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തി. അങ്ങനെ പല പ്രമുഖരായിട്ടുള്ള നേതാക്കളെയും വിഭാഗീയത കൃത്യമായി പറഞ്ഞാൽ അത് തുറന്നു പറയുന്ന നേതാക്കളൊക്കെ തന്നെയും പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തുകയാണ്. ഇതെന്താണ് ഈ പാർട്ടിയിൽ സംഭവിക്കുന്നത്? ഇതൊരു ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമായി, പലപ്പോഴും ധാർഷ്ട്യത്തിൻ്റെ പേരിലെടുക്കുന്ന തീരുമാനമായി, പലപ്പോഴും ഒരു ഒഫൻഡഡ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു തീരുമാനമായിട്ടൊക്കെ തന്നെയും CPM പാർട്ടി പോവുകയാണോ എന്നുള്ള ചോദ്യമാണ്. അത് അഖിലേന്ത്യാ തലം വരെ അങ്ങനെ ആയി പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ചോദ്യം. അല്ല, നിങ്ങൾ ചോദിച്ച പ്രസക്തമായ ചോദ്യമാണ്. ഏകപക്ഷീയമായ സ്വേച്ഛാധിപത്യപരമായ ഏകാധിപത്യപരമായ തീരുമാനങ്ങളാണ് പാർട്ടിയിൽ കുറേ കാലമായി വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലത്തെ പാർട്ടിയുടെ ചരിത്രം ആലോചിച്ചാൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൂടുമ്പോൾ ചർച്ചയുണ്ടാവാറില്ല. 2 ദിവസം ഷെഡ്യൂൾ ചെയ്ത് തീരുമാനിച്ച സംസ്ഥാന കമ്മിറ്റി 1 ദിവസം കൊണ്ട് പിരിയാണ്. ചർച്ച ചെയ്യാൻ ആളില്ല, വിമർശിക്കാൻ ആളില്ല, സ്വയം വിമർശനം നടത്താൻ ആളില്ല. പാർട്ടിയിൽ എപ്പോഴും ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ സംഘടനാ സൗന്ദര്യം എന്ന് പറയുന്നത് വിമർശനവും സ്വയം വിമർശനവും. വിമർശനം ഉന്നയിക്കുക മാത്രമല്ല, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാനത് കമ്മിറ്റി പറയുക. തുറന്നു പറച്ചിലാണ്. ഈ തുറന്നു പറച്ചിലില്ലാതായിട്ട് വർഷങ്ങളായി ഈ പാർട്ടി ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് പോയി ജനങ്ങളിൽ നിന്ന് അകന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ബിനീഷിൻ്റെ പോലും മെമ്പർഷിപ്പ്, എന്തുകൊണ്ട് ബിനീഷ് മെമ്പർഷിപ്പ് കൊടുത്തില്ല കുറേ കാലം? അദ്ദേഹം ചെയ്ത തെറ്റെന്താ? അതുപോലെ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് 12 വർഷത്തിലേറെ മുമ്പാണ് പുറത്താക്കിയത്. 3-4 അപ്പീൽ ഞാൻ കൊടുത്തു, എടുത്തിട്ടും തിരിച്ചെടുത്തില്ല. കാരണം എനിക്കറിയില്ല, ഞാൻ ചെയ്യാത്ത തെറ്റിനാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയത്. അപ്പം തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഈ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി നിങ്ങളെപ്പോലുള്ള പത്രക്കാരെ എന്നെക്കുറിച്ച് ചോദിച്ചപ്പോൾ 3-4 അപ്പീൽ അദ്ദേഹം തന്നല്ലോ, എന്തുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചെടുത്തില്ല, അദ്ദേഹത്തിൻ്റെ അയോഗ്യത എന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, എന്നെ മാത്രമല്ല എന്നെപ്പോലുള്ള ആളുകളെ ഒരുപാട് വേദനിപ്പിച്ചു. 100 തവണ അപ്പീൽ കൊടുത്താലും അയാളെ തിരിച്ചെടുക്കില്ല. അദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്ന് വീണ്ടും പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ നിങ്ങളോട് പറയാൻ താല്പര്യമില്ല എന്നാണ്. സംസ്ഥാന സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹം ഏറ്റവും നിരുത്തരവാദപരമായ ഏറ്റവും ബാലിശമായിട്ടുള്ള മറുപടിയാണ് പറഞ്ഞത്. അദ്ദേഹം പറയേണ്ട മറുപടി ഇത്രയേ ഉള്ളൂ, അത് ജില്ലാ കമ്മിറ്റി പരിശോധിക്കും എന്നൊരു വാക്ക് പറഞ്ഞതാണെങ്കിൽ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തുമില്ല, അല്ലെങ്കിൽ പാർട്ടി അനുഭാവിത്വത്തിൽ നിന്ന് പുറത്തുമില്ല. ഞാൻ പാർട്ടിയിൽ നിന്ന് സ്വയം പുറത്തു പോയതല്ല, എന്നെ പുറത്താക്കിയതാണ്. തിരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ 12-13 കൊല്ലം കാത്തിരുന്നിട്ടാണ് ഞാൻ പിന്നെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു തീരുമാനത്തിൽ എടുക്കേണ്ടി വന്നു. ഞാൻ 13 വർഷം ഈ പാർട്ടി അനുഭവമായിട്ടെന്ന് അച്ചടക്കത്തോടെ നിൽക്കുകയായിരുന്നു. എൻ്റെ നോട്ടത്തിലോ എൻ്റെ ഭാവത്തിലോ ഈ പാർട്ടിക്ക് ദോഷം വരരുതെന്ന് അന്ന് വരെ ഞാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു.